ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. 35-40 വർഷമായിട്ട് മത്സ്യബന്ധനം തന്നെയാണ് നമ്മുടെ ജീവിതമാർഗം. ഇന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാതെ, വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അനേകം മക്കൾ മുൻപത്ത് നിൽക്കുന്നുണ്ട്, മക്കളായിട്ടും പെൺപിള്ളേരായിട്ടും ആൺപിള്ളേരായിട്ടും. അപ്പൊ അവർക്കൊരു അറുതി വരണം. നമ്മള് പിന്നെ 5 സെന്റ് ഭൂമിക്കാരാണ് കൂടുതൽ. ഇത് 85% 5 സെന്റ് 6 സെന്റ്. ഇത് നമ്മൾ വിലക്ക് മേടിച്ച ഭൂമിയാണ്. അതിന് തീരാധാരമുണ്ട്, കരമടച്ച രസീതുണ്ട്, എല്ലാ എഗ്രിമെന്റും നമ്മുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇത് എന്ത് വിധത്തിലാണ് ഇവരാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത്? അതൊക്കെ പണ്ട് കാലം. ഇത് ഈ യുഗം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പേമാരി വരാനും കൊടുങ്കാറ്റ് വരാനും വെള്ളപ്പൊക്കം വരാനും പട്ടാളമായിട്ട് ഇവിടുത്തെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടിലി പോണേന് ഈ സർക്കാർ എന്താണ് എന്ന് പിന്നെ ഇടപെടാത്തത്? അത് എന്ത് കാര്യം ഇത്? അപ്പൊ ഞങ്ങള് ഈ ഇതിന് മാത്രമുള്ള ആൾക്കാർ, ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് മാത്രം ജനിക്കുന്ന മക്കളാണ് ഞങ്ങള്. നൂറുകണക്കിന് ആൾക്കാരാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ സർക്കാർ വരട്ടെ. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടില്ലല്ലോ ഈ കാര്യങ്ങൾ. ഈ കടലിൽ പോയി ഈ വെള്ളത്തിൽ പോയി ജോലി എടുക്കുന്ന എല്ലാ മക്കളും ഈ രക്ഷാപ്രവർത്തനം, പെണ്ണുങ്ങളടക്കം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആൾക്കാരാണ്. ആ മക്കളുടെ 100 സെന്റ് സ്ഥലം പോലും ഞങ്ങൾക്ക് സങ്കടം. ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിന് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടനുസരിച്ച് ഞങ്ങളുടെ ഭൂമിയൊന്നും വക്കാവോടൊന്നുമല്ല. ഇവിടുത്തെ സർക്കാർ പോലും വരില്ല. ഇവിടുത്തെ സർക്കാരിന് ഒരു വരില്ല. അതിന്റെ അപ്പുറം ഉണ്ടല്ലോ, മഹാപടമല്ലല്ലോ. ഇവിടുത്തെ സർക്കാരിന് ഞങ്ങൾ തരില്ല.